ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നഹുഷൻ്റെ കഥയാണ്. നഹുഷൻ എന്ന ചന്ദ്രവംശത്തിൽപ്പെട്ട രാജാവിൻ്റെ കഥ. ആയുസ് എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഇന്ദുമതി എന്നായിരുന്നു. ഈ ആയുസ് രാജാവിൻ്റെയും ഇന്ദുമതി എന്ന ഭാര്യയുടെയും മകനായിട്ടാണ് നഹുഷൻ ജനിച്ചത്. നഹുഷൻ എന്ന പേരിട്ടത് രാജാവല്ല, അതിന് മറ്റൊരു കഥയുണ്ട്. അപ്പോൾ എന്തായാലും രാജാവിനും രാജ്ഞിക്കും മകനുണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. നല്ല ആരോഗ്യമുള്ള സുന്ദരനായ കുഞ്ഞായിരുന്നു, നല്ല തേജസ്വിയായ കുഞ്ഞ്. ഒരു ദിവസം രാത്രി രാജാവും രാജ്ഞിയും ഉറങ്ങുമ്പോൾ അവരുടെ തൊട്ടടുത്ത് തന്നെ തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന ഈ കുഞ്ഞിനെ ഇവരുടെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ദാസി എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. ഈ ദാസി ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിന് പുറത്തിറങ്ങിയതും അവർ ആകാശത്തേക്ക് പറന്നുയർന്നു. അവർ യഥാർത്ഥത്തിൽ ഒരു ദാസി ആയിരുന്നില്ല, ഒരു രാക്ഷസനായിരുന്നു. ഈ രാക്ഷസൻ്റെ പേര് ഹുണ്ടൻ എന്നായിരുന്നു. ഈ ഹുണ്ടാസുരൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് തൻ്റെ വീട്ടിൽ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഇത്ര നല്ല സുന്ദരനായ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തിന്നാൻ തോന്നി, ഉടൻ തന്നെ കറി വെച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടു. ഭാര്യ ഈ കുഞ്ഞിനെ തൻ്റെ അടുക്കളയിലെ ജോലിക്കാരുടെ കൈ കൊടുത്തു. ഉടൻ തന്നെ കറി വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാൽ ജോലിക്കാരിക്ക് ഈ കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. അവർ ആ കുഞ്ഞിനെ മാറ്റിക്കിടത്തിയിട്ട് ഒരു മാനിനെ കറി വെച്ച് ഈ ഹുണ്ടന് കൊടുത്തു. അതിനുശേഷം ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും എന്നറിയാതെ ആ ജോലിക്കാരി ആകെ വിഷമിച്ചു. കാരണം കുഞ്ഞിൻ്റെ കരച്ചിൽ വല്ലതും കേട്ട് ഈ ഹുണ്ടൻ വരികയാണെങ്കിൽ തൻ്റെ കാര്യം അപകടത്തിലാവും. അതുകൊണ്ട് അവർ ആ കുഞ്ഞിനെ തൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ ജോലിക്കാരിയായ സ്ത്രീയുടെ ഭർത്താവ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ വരാന്തയിൽ ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് പോയി കളഞ്ഞു. വസിഷ്ഠ മഹർഷി രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ തൻ്റെ മുറ്റത്ത് ഒരു കുഞ്ഞ് കിടക്കുന്നത് കണ്ടു, സുന്ദരനായൊരു കുഞ്ഞ്. തൻ്റെ തപശക്തി കൊണ്ട് ആ കുഞ്ഞ് ആരാണ് എന്ന് മനസ്സിലാക്കിയ മഹർഷി അവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് മനസ്സിലാക്കി. തൽക്കാലം അവനെ രാജാവിൻ്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ട, അത് അവൻ്റെ ജീവൻ അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ഈ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. ഈ സമയത്ത് ആയുസ് രാജാവ് തൻ്റെ മകൻ നഷ്ടപ്പെട്ടതറിഞ്ഞ് വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദുമതിയും വളരെയധികം വേദനിച്ചു. അപ്പോൾ അവിടെ എത്തിയ നാരദൻ ഒട്ടും വിഷമിക്കേണ്ട, കുഞ്ഞ് സുരക്ഷിതങ്ങളായ കൈകളിലാണുള്ളതെന്നും അവനെ രാജാവിന് അധികം താമസിക്കാതെ കാണാനാവുമെന്നും അറിയിച്ചു. അങ്ങനെ തൻ്റെ മകൻ വരാൻ വേണ്ടി ആയുസ് രാജാവും ഇന്ദുമതി രാജ്ഞിയും കാത്തിരുന്നു. ഈ സമയത്ത് ഈ കുഞ്ഞ് വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ വളർന്നു. അവന് വസിഷ്ഠ മുനിയാണ് നഹുഷൻ എന്ന പേര് നൽകിയത്. നഹുഷൻ വളരെ മിടുക്കനായിരുന്നു. ഒരിക്കൽ അവൻ കാട്ടിൽ പോയി പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങളും ഹോമത്തിനാവശ്യമായ മരക്കമ്പുകളും ശേഖരിച്ചുകൊണ്ടിരിക്കെ ആകാശത്തുകൂടി കുറേ ഗന്ധർവന്മാർ സംസാരിച്ചുകൊണ്ട് പറന്നു പോകുന്നത് കണ്ടു. ഈ ഗന്ധർവന്മാർ പരസ്പരം പറഞ്ഞിരുന്നത് താഴെ നിൽക്കുന്ന കുട്ടിയുടെ പേര് നഹുഷൻ എന്നാണ്, അവൻ ആയുസ് രാജാവിൻ്റെ മകനാണ്, അവനെ ഹുണ്ടാസുരൻ തട്ടിക്കൊണ്ട് വന്നതാണ് എന്നൊക്കെയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഹുഷൻ അറിയുന്നത്. നഹുഷൻ ഉടൻ തന്നെ ആശ്രമത്തിലേക്ക് ഓടിച്ചെന്ന് വസിഷ്ഠ മുനിയോട് ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ വസിഷ്ഠൻ കഥകളെല്ലാം ഇവനോട് പറഞ്ഞു കൊടുത്തു. അതോടെ നഹുഷന് വളരെയധികം ദേഷ്യം വന്നു. തന്നെ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പിരിച്ച ഈ ഹുണ്ടാസുരനെ താൻ വധിക്കും എന്ന് നഹുഷൻ അവിടെ വെച്ചൊരു ശപഥമെടുത്തു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ പോയി ഹുണ്ടാസുരനെ വധിച്ചിട്ട് വരൂ. അങ്ങനെ ഹുണ്ടാസുരനെ അന്വേഷിച്ച് നഹുഷൻ ഇറങ്ങി. കാട്ടിലൂടെ കുറേ ദൂരം ചെന്നപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ നഹുഷൻ്റെ നേരെ നടന്നു വരികയായിരുന്നു. അപ്പോൾ നഹുഷൻ ചോദിച്ചു, നീ ആരാണ്, എന്താ ഇവിടെ നിൽക്കുന്നത്, കാടല്ലേ ഇത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അങ്ങേ അന്വേഷിച്ച് വന്നതാണ്, എൻ്റെ പേര് അശോകസുന്ദരി എന്നാണ്. എനിക്കൊരു കഥയുണ്ട്. ഒരിക്കൽ പാർവതി ദേവിയും ശിവഭഗവാനും ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ വൃക്ഷം ഏതാണ് എന്ന് ദേവി ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് അത് കൽപ്പവൃക്ഷമാണ്, ചിന്തിക്കുന്നതെന്തും നൽകുന്ന വൃക്ഷമാണ് അതെന്നാണ്. എന്നാൽ അതിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി പാർവതി ദേവി കൽപ്പവൃക്ഷത്തിനടുത്ത് എന്നിട്ട് തനിക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഉടൻ തന്നെ ദേവിയുടെ കൈകളിൽ സുന്ദരിയായ ഒരു കുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ആ കുഞ്ഞാണ് അശോകസുന്ദരി. ദേവി ദേവന്മാരുടെ മകളായിട്ട് അശോകസുന്ദരി കൈലാസത്തിലാണ് വളർന്നത്. അവൾ വളർന്നു വന്നപ്പോൾ വളരെ മര്യാദയുള്ള വിനയാന്വിതയായ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ പാർവതി ദേവി അവളെ അനുഗ്രഹിച്ചത്, നീ വിവാഹം കഴിക്കുന്നത് ആയുസിൻ്റെ മകനായ നഹുഷനെ ആയിരിക്കും, ആ നഹുഷൻ ഇന്ദ്രന് തുല്യനായി തീരും എന്നാണ്. അങ്ങനെ ഈ അനുഗ്രഹം കിട്ടിയതോടെ എങ്ങനെ നഹുഷനെ കണ്ടുമുട്ടാനാവും എന്നായിരുന്നു അശോകസുന്ദരിയുടെ ചിന്ത. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അശോകസുന്ദരി തൻ്റെ തോഴിമാരോടൊപ്പം നന്ദവനത്തിൽ നടക്കവേ അതുവഴി ഹുണ്ടാസുരൻ വന്ന അശോകസുന്ദരിയോട്, എൻ്റെ പേര് ഹുണ്ടൻ എന്നാണ്, ഞാൻ വിപ്രചിത്തി എന്ന അസുരൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു, നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നീ എൻ്റെ കൂടെ വരണം എന്ന് ഹുണ്ടൻ അശോകസുന്ദരിയോട് പറഞ്ഞു. അപ്പോൾ അശോകസുന്ദരി പറഞ്ഞു, ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കുകയില്ല, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ നഹുഷനെ വരിക്കുമെന്നാണ്. അപ്പോൾ ഹുണ്ടൻ ചോദിച്ചു, ആരാണ് ഈ നഹുഷൻ?
അശോകസുന്ദരി പറഞ്ഞു, അത് ആയുസ് രാജാവിൻ്റെയും ഇന്ദുമതി ദേവിയുടെയും മകനാണ്. ഹുണ്ടൻ പറഞ്ഞു, അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് പോലുമില്ല. അവൻ ജനിച്ച് യൗവനയുക്തനാവുമ്പോഴേക്കും നീ വൃദ്ധയായി കഴിഞ്ഞിരിക്കും. അപ്പോൾ അശോകസുന്ദരി പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല, ഞാനൊരു ദേവിയാണ്, എന്നിൽ ദേവാംശമുണ്ട്, അതുകൊണ്ട് ഞാനൊരിക്കലും പ്രായമാവുകയില്ല, ഞാൻ എന്നും യൗവനയുക്തയായി തന്നെ ഇരിക്കും, അതുകൊണ്ട് നഹുഷനെ ഞാൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. അശോകസുന്ദരിയുടെ ഈ വാക്കുകൾ കേട്ട ഈ ഹുണ്ടന് വളരെയധികം ദേഷ്യം വരികയും ഒരിക്കലെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നീട്ടിയ കൈകൾ ഹുണ്ടൻ പിൻവലിച്ച ചരിത്രമില്ല എന്ന് അവളെ വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അശോകസുന്ദരി ഒരിക്കൽ തനിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നു. ഒരു കരഞ്ഞുകൊണ്ടാണ് വന്നത്. അവർ അശോകസുന്ദരിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഹുണ്ടൻ എന്ന അസുരൻ വധിച്ചു കളഞ്ഞു. എനിക്ക് വലിയ ദുഃഖമുണ്ട്. അശോകസുന്ദരിയെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരുമോ? എൻ്റെ കൂടെ നീ കുറച്ച് നേരം ഇരുന്നാൽ എൻ്റെ ദുഃഖം കുറച്ച് കുറഞ്ഞേനെ. ഈ സ്ത്രീയുടെ ദുഃഖം കണ്ട അശോകസുന്ദരി അവരുടെ ഒപ്പം അവരുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ആ സ്ത്രീക്കൊപ്പം അശോകസുന്ദരി അവരുടെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ആ സ്ത്രീ ഒരു വെറും സ്ത്രീ അല്ല, അവർ ഹുണ്ടാസുരൻ വേഷം മാറി വന്നതാണ് എന്ന് അശോകസുന്ദരിക്ക് മനസ്സിലായി. അശോകസുന്ദരി അവിടെ നിന്ന് ഉടൻ തന്നെ പോകാൻ നോക്കിയെങ്കിലും ഹുണ്ടൻ അവളെ തടഞ്ഞു നിർത്തുകയും തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ തട്ടിക്കൊണ്ടുപോയി കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അശോകസുന്ദരി പറഞ്ഞു, നീ കരുതുന്നത് പോലെ ഒരു സാധാരണ സ്ത്രീയല്ല ഞാൻ. ഭഗവാൻ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും മകളാണ്. എന്നെ നിനക്ക് തൊടാൻ പോലും ആവില്ല. മാത്രമല്ല, എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതിനാൽ ഞാൻ നിന്നെ ശാപിക്കുകയാണ്. നീ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന നഹുഷനാൽ തന്നെ വധിക്കപ്പെടും. ഇതും പറഞ്ഞിട്ട് അശോകസുന്ദരി അവിടുന്ന് പോയി കളഞ്ഞു. ഈ ശാപം ഏറ്റുവാങ്ങിയ ഹുണ്ടനാണെങ്കിൽ ഉടൻ തന്നെ ഒരു ദാസിയുടെ വേഷം ധരിച്ച് ആയുസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറി പറ്റുകയും ഇന്ദുമതി ദേവി പ്രസവിക്കാൻ കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ദുമതി ദേവി പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് ഹുണ്ടൻ പോയി കളഞ്ഞത്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ വേവിച്ച് തിന്നാൻ അയാളെ വട്ടം കൂട്ടിയത്. എന്തായാലും വിധിയെ ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. ഈ കഥകളൊക്കെ അറിഞ്ഞ നഹുഷന് ഹുണ്ടനോട് വളരെയധികം ദേഷ്യം തോന്നി. എന്നാൽ ആ സമയം തന്നെ ഹുണ്ടൻ അലറിക്കൊണ്ട് അങ്ങോട്ട് പാഞ്ഞെടുക്കുകയും ഒരിക്കൽ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, നിന്നെ ഞാനിനി വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നഹുഷന് നേരെ വരികയും ചെയ്തു. നഹുഷൻ ഉടൻ തന്നെ തൻ്റെ അമ്പെയ്ത് ഈ ഹുണ്ടാസുരനെ വധിച്ചു കളഞ്ഞു. അതിനുശേഷം അദ്ദേഹം അശോകസുന്ദരി വിവാഹം കഴിക്കുകയും അവളെയും കൊണ്ട് തൻ്റെ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ നഷ്ടപ്പെട്ടുപോയ മകനെയും ഒപ്പം മരുമകളെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങി. ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു കഥ കൂടി നടക്കുന്നുണ്ടായിരുന്നു. അതിപ്രകാരമാണ്. ദേവലോകത്തെ രാജാവാണല്ലോ ഇന്ദ്രൻ. അദ്ദേഹം അമരാവതിയിൽ വളരെ സന്തോഷമായിട്ട് തൻ്റെ ഭാര്യയായ ശചീദേവിയോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. ഈ ഇന്ദ്രന് ഒരു ശത്രു ഉണ്ടായിരുന്നു. ഈ ശത്രുവിൻ്റെ പേര് ത്വഷ്ടൻ എന്നായിരുന്നു. ഈ ത്വസ്തന് ഒരു മകനുണ്ടായി. ഈ മകൻ്റെ പേര് ത്രിശിരസ് എന്നായിരുന്നു. 3 തലയുള്ളൊരു മകനായിരുന്നു ഇത്. ഈ മകൻ ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ പിതാവായ ത്വസ്തൻ അവനെ തൻ്റെ ശത്രുവായ ഇന്ദ്രനെതിരെ തിരിക്കും എന്ന് ശപഥമെടുത്തിരുന്നു. ത്രിശിരസ് വളർന്നു വരുംതോറും ഇന്ദ്രനോടുള്ള വിരോധം ത്രിശിരസിൻ്റെ ഉള്ളിൽ കൂടി വന്നു. അങ്ങനെ വളർന്നു വന്ന ത്രിശിരസ് ഇന്ദ്രനെതിരെ പൊരുതാൻ വേണ്ടിയിട്ടുള്ള ബലം കിട്ടാൻ വേണ്ടി തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ത്രിശിരസ് കഠിനമായ ഒരു തപസ്സിലേർപ്പെട്ടു. ഇതിനെപ്പറ്റി അറിഞ്ഞ ഇന്ദ്രന് ആകെ സമാധാനക്കേടായി. ത്രിശിരസിന് തപസ് അതികഠിനമാണെന്നും അത് വിജയിച്ചാൽ തൻ്റെ സ്ഥാനം നഷ്ടമാകുമെന്ന് ഇന്ദ്രൻ ഭയന്നു. അങ്ങനെ ഇന്ദ്രൻ ദേവലോകത്തെ അപ്സരസുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ത്രിശിരസിൻ്റെ തപസ്സിനെപ്പറ്റി അറിയിച്ചു. ഉടൻ തന്നെ അങ്ങോട്ട് പോയി ആ തപസ്സിന് ഭംഗം വരുത്തണം എന്ന് ഇന്ദ്രൻ അവരോട് പറഞ്ഞു. ഇന്ദ്രൻ്റെ ആജ്ഞ ശിരസാവഹിച്ച ഈ ദേവലോക സുന്ദരിമാരായ അപ്സരസുകൾ ഉടൻ തന്നെ ത്രിശിരസ് തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അവർ ത്രിശിരസിൻ്റെ മുന്നിൽ നൃത്തമാടി അദ്ദേഹത്തിന് തപസ്സിന് ഭംഗം വരുത്താൻ. അവർ നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് ത്രിശിരസിൻ്റെ മുൻപിൽ വെച്ചു. അവർ നന്നായിട്ട് പാട്ട് പാടി സുഗന്ധമുള്ള പുഷ്പങ്ങൾ അയാൾക്ക് ചുറ്റും നിരത്തി. എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറിയതേയില്ല. ത്രിശിരസ് കഠിനമായി തപസ്സിൽ തന്നെ ഇരുന്നു. അപ്സരസുകൾ കുറേ നേരം ശ്രമിച്ചിട്ടും ഈ തപസ്സിന് ഭംഗം വരുത്താൻ പറ്റാത്തതിനാൽ അവർ പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോയി. അവർ ഇന്ദ്രനെ ചെന്ന് കണ്ടിട്ട് ഈ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അറിയിച്ചു. അതോടെ ഇന്ദ്രന് വീണ്ടും വിഷമമായി. ത്രിശിരസിന് തപസ് വിജയിക്കുകയാണെങ്കിൽ അയാൾ തന്നെ കൊല്ലും എന്ന് പേടിച്ച ഇന്ദ്രൻ തൻ്റെ വജ്രായുധം പ്രയോഗിച്ച് ത്രിശിരസിനെ വധിച്ചു കളഞ്ഞു. വജ്രായുധമേറ്റ് താഴെ വീണ ത്രിശിരസിൻ്റെ കണ്ണുകൾ തുറന്നു തന്നെയിരുന്നു. അത് കണ്ട ഇന്ദ്രന് വല്ലാത്ത പേടി തോന്നി. ആ കണ്ണുകൾ അടപ്പിക്കാൻ നോക്കിയിട്ടെങ്ങും അത് അടയുന്നില്ല. എപ്പോഴും അത് തന്നെ നോക്കിയിരിക്കുന്നതായിട്ട് ഇന്ദ്രന് തോന്നി. അപ്പോൾ അതുവഴി ഒരു മരം വെട്ടുകാരൻ വന്നു.
അയാളെ വിളിച്ചിട്ട് ഇന്ദ്രൻ അയാളുടെ കോടാലി കൊണ്ട് ഈ ത്രിശിരസിനെ കഴുത്തറുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ മരംവെട്ടുകാരൻ പറഞ്ഞു, എൻ്റെ കോടാലിക്ക് ഒട്ടും മൂർച്ചയില്ല, ഇതുകൊണ്ട് വെട്ടിയാൽ ഈ കഴുത്ത് മുറുകയില്ല, ഈ കഴുത്തിന് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ വജ്രായുധം കൊണ്ട് ഞാനിതിന് മൂർച്ച കൂട്ടിത്തരാം. അങ്ങനെ ആ മരംവെട്ടുകാരൻ്റെ കോടാലിക്ക് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് മൂർച്ച കൂട്ടി കൊടുക്കുകയും അയാൾ തൻ്റെ കോടാലി കൊണ്ട് ത്രിശിരസിൻ്റെ ശിരസ് അറുത്ത് മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ കൃത്യം ചെയ്തു കഴിഞ്ഞതോടെ ഇന്ദ്രന് വല്ലാത്ത പേടി തോന്നി. താൻ ചെയ്തത് പാപമാണോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി. അദ്ദേഹത്തിന് വലിയ ദുഃഖം തോന്നി. അതുകൊണ്ട് അദ്ദേഹം ഒരു തപസ്സിന് പോയി. തൻ്റെ പാപം മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ കാലം തപസ് ചെയ്യുകയും അവസാനം ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയും ചെയ്തു. ഇന്ദ്ര, നിൻ്റെ പാപം ശമിച്ചിരിക്കുന്നു, നിനക്കിനി അമരാവതിയിലേക്ക് തിരിച്ചു പോകാം എന്നായിരുന്നു അശരീരി. അങ്ങനെ ഇന്ദ്രൻ അമരാവതിയിലേക്ക് തിരിച്ചു പോയി ശചീദേവിയോടൊപ്പം ചേർന്നു. എന്നാൽ തൻ്റെ മകനെ ഇന്ദ്രൻ കൊന്നതോടെ ത്വഷ്ടന് ഇന്ദ്രനോടുള്ള വിരോധം വളരെയധികം വർദ്ധിച്ചു. അയാൾ വളരെ തീക്ഷ്ണമായ ഒരു യാഗം നടത്തുകയും ആ യാഗത്തിൽ നിന്ന് ഒരു അസുരനെ സൃഷ്ടിക്കുകയും ചെയ്തു. ആ അസുരൻ്റെ പേരായിരുന്നു വൃത്രാസുരൻ. ഈ അസുരനെ ഇയാൾ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി അയച്ചു. വൃത്രാസുരൻ വരുന്നു എന്ന് കേട്ടതോടെ ഇന്ദ്രൻ ആകെ പേടിയായി. ത്രിശിരസിനെ കൊന്നതിന് പകരം ചോദിക്കാനാണ് വൃത്രാസുരൻ വരുന്നത്. അവനെ തടയണം. അങ്ങനെ ഇന്ദ്രൻ ഇതിനുള്ള കോപ്പ് കൂട്ടി തുടങ്ങി. ദേവന്മാരും വൃത്രാസുരനും തമ്മിൽ അതികഠിനമായൊരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ വളരെ ഭീമാകാരം പൂണ്ട ഈ വൃത്രാസുരൻ ഇന്ദ്രനെ കടിച്ച് ഉയർത്തിയെടുത്ത് കളഞ്ഞു. അതോടെ ദേവന്മാരാകെ പേടിച്ചു. ത്രിംബകാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രമുണ്ടായിരുന്നു. ഈ അസ്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് ഏൽക്കുന്ന ആൾ കോട്ടുവായിടും. അപ്പോൾ ദേവന്മാർ ഈ അസ്ത്രം ഈ വൃത്രാസുരൻ നേരെ പ്രയോഗിക്കുകയും അതേറ്റ ഈ അസുരൻ കോട്ടുവായിടുകയും ചെയ്തു. അപ്പോൾ അസുരൻ്റെ വായിലിരുന്ന ഇന്ദ്രൻ താഴെ വീണു. ഇന്ദ്രൻ അവിടുന്ന് ഓടി മാറിയതുകൊണ്ട് അത്തവണ രക്ഷപ്പെട്ടു. അങ്ങനെ തോറ്റോടി ഇന്ദ്രന് വളരെയധികം നാണക്കേട് തോന്നി. എന്നിട്ട് ഈ ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, വൃത്രാസുരനെ തൽക്കാലം പിണക്കണ്ട, വൃത്രാസുരനോട് സന്ധി ചെയ്യണം. ഈ ഉപദേശം മാനിച്ച ഇന്ദ്രൻ വൃത്രാസുരനോട് ചെന്ന് സൗഹൃദം യാചിച്ചു. എന്നാൽ വൃത്രാസുരൻ പറഞ്ഞു, ഈ യുദ്ധം നിർത്തി നിങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കണം. എന്നെ നനഞ്ഞിരിക്കുന്നതോ ഉണങ്ങിയിരിക്കുന്നതോ ആയ ആയുധം കൊണ്ട് കൊല്ലാൻ പാടില്ല. മാത്രമല്ല ആ ആയുധം തടി കൊണ്ടോ കല്ലുകൊണ്ടോ ഉള്ളതാവാൻ പാടില്ല. എന്നെ രാത്രിയിലോ പകലോ കൊല്ലാൻ പാടില്ല. ഈ കാര്യങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് സൗഹൃദത്തിൽ തുടരാം. ഇതെല്ലാം സമ്മതിച്ച ഇന്ദ്രൻ വൃത്രാസുരനുമായിട്ട് സൗഹൃദത്തിലേർപ്പെട്ടു. അങ്ങനെ ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൃത്രാസുരനും ഇന്ദ്രനും കൂടി കടൽ തീരത്തൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ദ്രന് തോന്നി, ഇപ്പോൾ ഈ വൃത്രാസുരനെ കൊല്ലാൻ പറ്റിയ സമയമാണ്. കാരണം ഇപ്പോൾ രാത്രിയുമല്ല പകലുമല്ല, സന്ധ്യയാണ്. പക്ഷേ എന്ത് ആയുധം ഉപയോഗിക്കും? തടി കൊണ്ടുള്ള ആയുധം പറ്റില്ല, എന്നാൽ കല്ലുകൊണ്ടുള്ള ആയുധവും പറ്റില്ല. നനഞ്ഞതും പറ്റില്ല, ഉണങ്ങിയതും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടൽ തിരമാലകൾക്ക് മേലെയുള്ള പത ഇന്ദ്രൻ ശ്രദ്ധിച്ചത്. പതയാവുമ്പോൾ വെള്ളത്തിലുമല്ല കരയിലുമല്ല, നനഞ്ഞതുമല്ല ഉണങ്ങിയതുമല്ല. ഉടൻ തന്നെ ഇന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും മഹാവിഷ്ണു ആ പതയിലേക്ക് പ്രവേശിക്കുകയും ആ പത വാരി ഇന്ദ്രൻ ഈ വൃത്രാസുരൻ്റെ മേലെ എറിഞ്ഞ് അയാളെ കൊല്ലുകയും ചെയ്തു. എന്നാൽ വൃത്രാസുരൻ്റെ മരണത്തിന് ശേഷം ഇന്ദ്രന് വളരെയധികം കുറ്റബോധം തോന്നി. കാരണം തന്നോട് യുദ്ധം നിർത്തി സമാധാനത്തിന് വന്ന വൃത്രാസുരനെ താൻ ചതിയിലൂടെ കൊലപ്പെടുത്തി എന്ന ചിന്ത ഇന്ദ്രനെ വളരെയധികം വേദനിപ്പിച്ചു. വളരെയധികം ദുഃഖം തോന്നി ഇന്ദ്രൻ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി കളഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ അമരാവതി ഉപേക്ഷിച്ച് ഓടിപ്പോയതോടെ ലോകമാസകലം കഷ്ടത്തിലായി. എങ്ങും വെളിച്ചമില്ലാതായി. ഒരു നായകനില്ലാതെ ദേവന്മാരാകെ കുഴങ്ങി. അവസാനം എവിടെ നിന്നെങ്കിലും ഒരു പുതിയ രാജാവിനെ കൊണ്ടുവരണം, ഇന്ദ്രൻ തിരിച്ചു വരുന്നത് വരേക്കെങ്കിലും ഒരാളെ തങ്ങൾക്ക് നായകനായിട്ട് വേണം എന്ന് ദേവന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പോഴാണ് ഭൂമിയിലെ രാജാവായ നഹുഷനെ പറ്റി അവരറിഞ്ഞത്. അപ്പോഴേക്കും ഒരു നല്ല ഭരണാധികാരി എന്ന നിലയിൽ ഭൂമിയിൽ നഹുഷൻ പേരെടുത്തിരുന്നു. ആയുസ് രാജാവിന് ശേഷം രാജ്യം ഭരിച്ച നഹുഷൻ ആ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. വളരെ മിടുക്കനായ നല്ല രാജാവായ നഹുഷൻ തങ്ങൾക്ക് പറ്റിയൊരു നായകനായിരിക്കും എന്ന് തോന്നിയ ദേവന്മാർ ഭൂമിയിൽ ചെന്ന് നഹുഷനെ കാണുകയും അമരാവതിയിൽ വന്ന് തങ്ങളെ നയിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. നഹുഷൻ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ എങ്ങനെ ദേവലോകത്ത് വരും, ഞാൻ എങ്ങനെ ദേവന്മാരെ ഭരിക്കും, ഞാൻ നിങ്ങളെ എങ്ങനെ നയിക്കും? ദേവന്മാർ പറഞ്ഞു, നഹുഷൻ അക്കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളാം. അങ്ങനെ നഹുഷൻ ദേവന്മാരോടൊപ്പം സ്വർഗ്ഗലോകത്തേക്ക് പോയി. സ്വർഗ്ഗലോകത്ത് എന്ന നഹുഷന് അവരെ അമൃത് കൊടുക്കുകയും നഹുഷനെ അമരനാക്കി മാറ്റുകയും ചെയ്തു. അമരത്വം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയാണ്. അമരത്വം മാത്രമല്ല നഹുഷന് കിട്ടിയത്, നിത്യ യൗവനവും കിട്ടി, ഒരിക്കലും പ്രായമാവുകയില്ല. ഇതോടൊപ്പം ബ്രഹ്മാവ് നഹുഷന് മറ്റൊരു വരവും കൊടുത്തു.
നഹുഷൻ്റെ കണ്ണുകൾക്ക് അദ്ദേഹം ഒരു പ്രത്യേക ശക്തി കൊടുത്തു. നഹുഷൻ്റെ കാഴ്ച പരിധിക്കകത്തുള്ള എല്ലാവരെയും തൻ്റെ ശക്തി കൊണ്ട് തനിക്ക് വിധേയരാക്കി തീർക്കാൻ നഹുഷന് കഴിയും എന്നതായിരുന്നു ആ വരം. അങ്ങനെ നഹുഷൻ അദ്ദേഹത്തിൻ്റെ കാഴ്ച പരിധിക്കകത്തുള്ള ആരെ നോക്കിയാലും അവർ നഹുഷന് അടിമകളായി തീരുമായിരുന്നു. മാത്രമല്ല അമരാവതിയിലെ കൊട്ടാരവും ഇന്ദ്രൻ്റെ ആനയായ ഐരാവതവും അവിടുത്തെ കൽപ്പവൃക്ഷവും ഒക്കെ നഹുഷൻ്റെ അധീനതയിലായി. ആദ്യമൊക്കെ താൻ ഇതിനൊന്നും അർഹനല്ല എന്ന വിനയത്തോടെ കഴിഞ്ഞിരുന്ന നഹുഷന് പതുക്കെ പതുക്കെ അഹങ്കാരമായി തുടങ്ങി. സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച നഹുഷൻ ആകെ മതിമറന്നു. അങ്ങനെ നഹുഷൻ ദേവന്മാരോട് വളരെ പരുഷമായിട്ട് ഇടപെട്ട് തുടങ്ങി. എന്നാൽ നഹുഷൻ്റെ കൺവെട്ടത്ത് നിന്നുകൊണ്ട് നഹുഷനെതിരെ പറയാൻ ആർക്കും പറ്റുമായിരുന്നില്ല. കാരണം ബ്രഹ്മാവിൻ്റെ വരം കാരണം നഹുഷൻ്റെ കൺവെട്ടത്ത് നിന്നാൽ അദ്ദേഹത്തെ എതിർക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. നഹുഷൻ ദേവന്മാരോടും മുനിമാരോടും അപ്സരസുകളോടും ഒക്കെ ദേഷ്യപ്പെടുകയും അവരോട് അടിമകളോടെന്ന വേണം ഇടപെടുകയും ചെയ്തു. ഇത് ദേവന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം നഹുഷൻ ഉദ്യാനത്തിലൂടെ നടക്കുകയായിരുന്ന ശചീദേവിയെ കണ്ടു. ഇന്ദ്രൻ്റെ ഭാര്യയായ ശചീദേവി. ശചീദേവി അതിസുന്ദരിയായിരുന്നു. അപ്പോൾ നഹുഷൻ അതാരാണ് എന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേവന്മാരോട് അന്വേഷിച്ചു. അപ്പോഴാണ് അത് ഇന്ദ്ര ഭാര്യയായ ശചീദേവിയാണ് എന്ന് അറിഞ്ഞത്. നഹുഷൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ദ്രൻ്റെ സ്ഥാനത്ത് ഞാനാണ് ഇവിടം ഭരിക്കുന്നത്. അതുകൊണ്ട് ശചീദേവി ഇനി എൻ്റെ ഭാര്യയായിട്ടാണ് ഇരിക്കേണ്ടത്. ഇന്ന് തന്നെ ശചീദേവി എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണം. ഇത് കേട്ട ശചീദേവി ഉടൻ തന്നെ അവിടെ നിന്ന് ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവിടെ അഭയം തേടുകയും ചെയ്തു. വൈകുന്നേരം ശചീദേവി തൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ കാണാൻ വന്നില്ല എന്ന് കണ്ട നഹുഷൻ വളരെയധികം ദേഷ്യം വരികയും അദ്ദേഹം ദേവന്മാരോട് ദേഷ്യപ്പെട്ട് ശചീദേവി ഉടൻ തന്നെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ദേവന്മാർക്ക് എതിർക്കാൻ പറ്റില്ല. അവരുടൻ തന്നെ ബൃഹസ്പതിയുടെ ആശ്രമത്തിലേക്ക് എത്തി ശചീദേവിയെ കണ്ടു. ബൃഹസ്പതിയും ദേവന്മാരും ശചീദേവിയും ചേർന്നിരുന്ന് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം കണ്ടെത്തും എന്ന് ചിന്തിച്ചു. അവസാനം തൽക്കാലം ശചീദേവി നഹുഷനെ പോയി കാണാനും ഇന്ദ്രനെ കണ്ടുപിടിക്കുന്നത് വരെ തനിക്ക് സമയം തരണം എന്ന് അപേക്ഷിക്കാനും തീരുമാനിച്ചു. അങ്ങനെ ശചീദേവി ദേവന്മാർക്കൊപ്പം ഈ നഹുഷൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും നഹുഷനോട് ചെന്ന് എൻ്റെ ഭർത്താവായ ഇന്ദ്രനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിനോട് അനുവാദം വാങ്ങുന്നത് വരെ എന്നെ വെറുതെ വിടണം, അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഭാര്യ ആയിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നഹുഷൻ അതിന് സമ്മതിച്ചു. അങ്ങനെ ദേവന്മാരും ശചീദേവിയും ചേർന്ന് ഇന്ദ്രനെ അന്വേഷിച്ചു തുടങ്ങി. ഇന്ദ്രനെ അന്വേഷിച്ചു പോയത് അഗ്നിദേവനായിരുന്നു. അഗ്നി അവസാനം ഒരു കാട്ടിൽ വെച്ച് ഇന്ദ്രനെ കണ്ടുമുട്ടി. അതിനുശേഷം ഇന്ദ്രനോട് ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു അശ്വമേധം നടത്തി ബലവാനാകാനും എന്നിട്ട് വന്ന് നഹുഷനെ തോൽപ്പിക്കാനും പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ഒരു അശ്വമേധയാഗം നടത്തി അതിൽ നിന്ന് സംഭരിച്ച ബലവുമൊക്കെ ആയിട്ട് നഹുഷനെ കാണാൻ ചെന്നു. എന്നാൽ നഹുഷൻ ഒന്ന് നോക്കിയതും ഇന്ദ്രൻ്റെ ബലമെല്ലാം ചോർന്നു പോവുകയും ഇന്ദ്രൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നഹുഷൻ്റെ അഹങ്കാരം ഇതോടെ കൂടി. തനിക്ക് അപ്സരസുകളല്ല വായുദേവനും അഗ്നിദേവനുമാണ് വെഞ്ചാമരം വീശേണ്ടത് എന്നും തൻ്റെ പല്ലക്ക് വഹിക്കേണ്ടത് ദേവന്മാരാണ് എന്നും ഒക്കെ നഹുഷൻ നിഷ്കർഷിച്ചു തുടങ്ങി. ശചീദേവിയാണെങ്കിൽ ആകെ വിഷമിച്ചു. ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ തൻ്റെ കഷ്ടകാലം ഒടുങ്ങിയെന്ന് അവർ കരുതിയതാണ്. പക്ഷേ അദ്ദേഹം ഓടിപ്പോയി കളഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും പറഞ്ഞ് നഹുഷൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ശചീദേവി ഉപശ്രുതി എന്ന രാത്രി ദേവതയെ തപസ് ചെയ്തു. ഉപശ്രുതി ദേവി ശചീദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന് ശചീദേവി പറഞ്ഞു. അങ്ങനെ ഈ ഉപശ്രുതി ദേവി ശചീദേവിയെ വിളിച്ചുകൊണ്ട് ഇന്ദ്രനെ കാണാൻ പോയി. വളരെ കഠിനമായ വഴിയിലൂടെയാണ് പോയത്. ആദ്യം അവർ കുറേ പർവ്വതങ്ങൾ കടന്നുപോയി. പിന്നീട് മുള്ളുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ കടന്നുപോയി. പിന്നീട് വളരെയധികം ആഴമുള്ള സമുദ്രങ്ങൾ കടന്നുപോയി. അവസാനം ഒരു വലിയ താമരപ്പൊയ്കയിലെത്തി. താമരപ്പൊയ്കയിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ ശചീദേവി ചോദിച്ചു, എവിടെ എൻ്റെ ഭർത്താവ്? ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ ദേവി പറഞ്ഞു, ഇന്ദ്രൻ ഒളിച്ചിരിക്കുന്നത് ആ നടുക്ക് നിൽക്കുന്ന വലിയ താമരപ്പൂവിൻ്റെ തണ്ടിനുള്ളിലാണ്. ആ തണ്ടിലൊരു ദ്വാരമുണ്ടാക്കി അതിനുള്ളിൽ തൻ്റെ ശരീരം വളരെയധികം ചുരുക്കി ഇന്ദ്രൻ ഒളിച്ചിരിക്കുകയാണ്. ദേവി ആ താമരത്തണ്ട് പിളർത്തി അതിനുള്ളിലേക്ക് ശചീദേവിയുടെ ശരീരം ചുരുക്കി കയറ്റിക്കൊടുത്തു. അങ്ങനെ ശചീദേവി ആ താമരത്തണ്ടിനുള്ളിൽ ചെന്ന് തൻ്റെ ഭർത്താവായ ഇന്ദ്രനെ കണ്ടു. തൻ്റെ അവസ്ഥ അറിയിച്ചു. ഇന്ദ്രൻ ഉടൻ തന്നെ വന്നില്ലെങ്കിൽ നഹുഷൻ തന്നെ സ്വന്തമാക്കും. നഹുഷൻ്റെ മുന്നിൽ ഒന്നും പറഞ്ഞ് തനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം. അങ്ങനെ ഇന്ദ്രനും ശചീദേവിയും കൂടെ കുറച്ചു നേരം സംസാരിച്ച് നഹുഷനെ മെരുക്കാൻ മറ്റൊരു വിദ്യ കണ്ടുപിടിച്ചു. അങ്ങനെ ശചീദേവി തിരിച്ചുപോയി. അമരാവതിയിലെത്തി നഹുഷനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നെങ്കിലും പേടിച്ചോടിപ്പോയി കളഞ്ഞല്ലോ. അദ്ദേഹം എവിടെ ഒളിച്ചിരിക്കുകയാണ്, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാം. പക്ഷേ എൻ്റെ ഭർത്താവായ ഇന്ദ്രൻ എന്നെ കാണാൻ വരുമ്പോൾ ചിലപ്പോഴൊക്കെ
വെള്ള ആനപ്പുറത്ത്, ഐരാവതത്തിൻ്റെ പുറത്ത്, ചിലപ്പോഴൊക്കെ കുതിരപ്പുറത്ത് ഒക്കെയായിരുന്നു വന്നിരുന്നത്. അങ്ങ് എന്നെ കാണാൻ വരുമ്പോൾ അങ്ങനെയല്ല വരേണ്ടത്. അങ്ങ് എൻ്റെ അന്തഃപുരത്തിലേക്ക് വരുമ്പോൾ സപ്തഋഷികൾ വഹിക്കുന്ന ഒരു പല്ലക്കിലേറി വേണം വരാൻ. നഹുഷൻ പറഞ്ഞു, അത് കൊള്ളാം, അതൊരു നല്ല യാത്രാമാർഗ്ഗമാണ്, ഞാൻ അങ്ങനെ തന്നെ വന്നോളാം. അങ്ങനെ പിറ്റേന്ന് ചമഞ്ഞൊരുങ്ങിയ നഹുഷൻ പല്ലക്കിലേറി. ആ പല്ലക്ക് വഹിച്ചിരുന്നത് മുനിമാരായിരുന്നു. ആ കൂട്ടത്തിൽ അഗസ്ത്യ മുനിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മുനിമാർ ഈ പല്ലക്ക് തോളിലേറ്റി നഹുഷനെയും കൊണ്ട് ശചീദേവിയുടെ അന്തഃപുരത്തിലേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ശചീദേവിയെ കാണാനുള്ള ആഗ്രഹം കാരണം ഈ മുനിമാർക്ക് വേഗത പോരാ എന്ന് നഹുഷന് തോന്നി. നഹുഷൻ മുനിമാരെ തൻ്റെ കയ്യിലിരുന്ന് ചാട്ട കൊണ്ട് അടിക്കുകയും കാലുകൊണ്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഇക്കൂട്ടത്തിൽ പൊക്കം കുറവായ അഗസ്ത്യമുനി വഹിച്ചിരുന്ന പല്ലക്കിൻ്റെ ഭാഗം താണിരിക്കുന്നത് കണ്ട നഹുഷൻ സർപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മുനിയെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും തലയിൽ ചവിട്ടുകയും ചെയ്തു. സർപ്പ എന്ന വാക്കിനർത്ഥം വേഗം വേഗം ഓടുമെന്നാണ്. ദേഷ്യം വന്ന മുനി, നീ ഒരു സർപ്പമായി പോകട്ടെ എന്ന് നഹുഷനെ ശപിച്ചു. അയാൾ വലിയൊരു പെരുമ്പാമ്പായി മാറി ഹിമാലയത്തിൻ്റെ താഴ്വരയിലേക്ക് വീണു. അങ്ങനെ വീണുകൊണ്ടിരിക്കെ നഹുഷന് പശ്ചാത്താപമുണ്ടായി. താൻ വളരെ പുണ്യവാനായ, വളരെയധികം പ്രാർത്ഥിക്കുന്ന, വീരനായ, ശൂരനായ ഒരാളായിരുന്നിട്ട് ഇത്രയധികം അഹങ്കാരം താൻ ചെയ്തല്ലോ, ഇത്ര ശ്രേഷ്ഠന്മാരായ മുനികളോട് താൻ മോശമായി ഇടപെട്ടല്ലോ എന്ന് നഹുഷന് കുറ്റബോധം തോന്നി. അങ്ങനെ ഹിമാലയത്തിൽ ചെന്ന് വീണ നഹുഷൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അഗസ്ത്യ മുനിക്ക് നഹുഷനോട് സ്നേഹവും സഹതാപവും തോന്നുകയും നഹുഷനോട് നീ പണ്ട് കാലത്ത് ചെയ്ത പുണ്യങ്ങൾ ഒരിക്കലും വറ്റിപ്പോവുകയില്ല എന്നും ചെയ്ത ശാപം എന്തായാലും തിരിച്ചെടുക്കുകയില്ല, പകരം നിനക്ക് ശാപമോക്ഷം തരാം എന്ന് പറയുകയും ചെയ്തു. വനവാസകാലത്ത് യുധിഷ്ഠിരൻ നഹുഷനെ കണ്ടുമുട്ടുമ്പോൾ നഹുഷന് ശാപമോക്ഷം ലഭിക്കും എന്ന് മഹർഷി പറഞ്ഞു. അങ്ങനെ നഹുഷൻ ആ ഹിമാലയ സാനുക്കളിൽ ഒരു വലിയ പെരുമ്പാമ്പായിട്ട് വസിച്ചു തുടങ്ങി. തൻ്റെ തെറ്റിൽ പശ്ചാത്തപിച്ചും താൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഓർത്തുമൊക്കെ അദ്ദേഹം അവിടെ കഴിഞ്ഞു. ഒരുപാട് കാലം കഴിഞ്ഞു. കൗരവരോട് ചൂതുകളിയിൽ തോറ്റ പാണ്ഡവരെ വനവാസത്തിന് കാട്ടിലെത്തി. അവരെ കാട്ടിലൊരു ആശ്രമം കെട്ടി അവിടെ താമസമായി. അപ്പോൾ ആശ്രമത്തിൽ അവരിങ്ങനെ കഴിഞ്ഞു വരവേ ഒരു ദിവസം ഭീമൻ പുറത്തിറങ്ങി കാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പോയി. അപ്പോൾ മനോഹരമായ കാടായിരുന്നു. അവിടെ ഒരുപാട് മരങ്ങളും ചെടികളും പൂക്കളും കിളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഭീമൻ ഇങ്ങനെ ചുറ്റി നടന്നു. അദ്ദേഹം വെറുതെ നടക്കുകയായിരുന്നില്ല, ചാടി മരങ്ങളിൽ കയറുകയും വള്ളികളിൽ തൂങ്ങി ആടുകയും ഉറക്കെ കൂവി വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് കുറേ ദൂരം നടന്ന് നിബിഡമായ വനത്തിലെത്തി. കാട് കൂടുതൽ മനോഹരമായി വരുന്നതായി അദ്ദേഹം കണ്ടു. അങ്ങനെ കടും പച്ച വനം കുറേ ദൂരം മുന്നോട്ട് പോയതോടെ പച്ച നിറമൊക്കെ മാറിയിട്ട് ഇരുണ്ട ഒരു തവിട്ട് നിറമായിട്ട് മാറുന്നത് ഭീമൻ കണ്ടു. എന്താ ഇങ്ങനെ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നത്, കരിയില മാത്രമുള്ളതെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. കുറേ മുന്നോട്ട് പോകുന്നതോടെ മരങ്ങളൊക്കെ കരിഞ്ഞ് കറുത്ത നിറത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. തറയിലൊക്കെ മുള്ള് നിറഞ്ഞ് മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞ് കരിയിലകളൊക്കെ കരിഞ്ഞ് ചാരമായിട്ട് കിടക്കുന്നു. അവിടെ പാറകൾ ഉണ്ട്, മൂർത്ത പാറകളുണ്ട്, പക്ഷേ ഒരു തുള്ളി വെള്ളമില്ല. അപ്പം ഇതെന്താ ഈ ഭൂമി ഇങ്ങനെ വരണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഭീമൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ ഒരു പാമ്പ് വന്ന് ചുറ്റിപ്പിടിച്ചു. ആ പാമ്പ് ഭീമനെ വരിഞ്ഞ് മുറുക്കുകയും എതിരിടാൻ ഒരുങ്ങിയ ഭീമൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയതോടെ ഭീമന് അനുസരിക്കുകയല്ലാതെ എതിരിടാൻ പറ്റാതാവുകയും ചെയ്തു. ഭീമന് ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം ആ പാമ്പിൻ്റെ ചുറ്റിനുള്ളിൽ അമർന്നു കിടന്നു. ഭീമൻ പോയിട്ട് കുറേ നേരമായിട്ടും കാണാഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ദ്രൗപദിയോട് ഭീമൻ എവിടെ പോയി, കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, കുറച്ച് നേരമേ ആൾ പുറത്തേക്ക് പോയിട്ട് കുറച്ച് നേരം ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, പിന്നെ കേൾക്കുന്നില്ല. ദ്രൗപദിയെ സംരക്ഷിക്കാൻ അർജുനനെ നിർത്തുകയും ആശ്രമത്തിന് പുറത്തുള്ള കുറച്ച് മുനിമാരുണ്ടായിരുന്നു, അവരുടെ സംരക്ഷണത്തിന് നകുലനെയും സഹദേവനെയും ഏർപ്പെടുത്തുകയും ചെയ്തിട്ട് യുധിഷ്ഠിരൻ ഭീമനെ അന്വേഷിച്ചിറങ്ങി. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അവിടെ അന്നേരം ഉണ്ടായിരുന്ന ധൗമ്യ മുനിയും ഇറങ്ങി. അങ്ങനെ ധൗമ്യ മുനിയും യുധിഷ്ഠിരനും കൂടെ ഭീമനെ അന്വേഷിച്ച് കാട്ടിലൂടെ നടന്നു. അപ്പം ഭീമൻ ചവിട്ടി ഞെരിച്ചിട്ടിരിക്കുന്ന പുല്ലും അദ്ദേഹം ചവിട്ടി നടന്ന പാതയും ഒക്കെ കണ്ട് പോയ ദിക്ക് നോക്കി. അങ്ങനെ യുധിഷ്ഠിരൻ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ കാടിൻ്റെ ഭാവം മാറുന്നത് കണ്ടു. ആദ്യം ഉണ്ടായിരുന്ന പച്ചപ്പും വെള്ളവും ഒക്കെ മാറിയിട്ട് വരണ്ട ഒരു ഭൂമിയിലേക്ക് മാറി, കരിഞ്ഞ ഒരു ഭൂമിയിലേക്ക് മാറി. അങ്ങനെ വീണ്ടും മുന്നോട്ട് ചെന്നപ്പോൾ ഒരു സർപ്പത്തിൻ്റെ ചുറ്റിലകപ്പെട്ട് കിടക്കുന്ന ഭീമനെ കണ്ടു. യുധിഷ്ഠിരൻ ഓടിച്ചെന്ന് ഭീമനെ ഈ പാമ്പിൻ്റെ ചുറ്റിൽ നിന്ന് വലിച്ച് പുറത്തിടാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ പാമ്പ് യുധിഷ്ഠിരനോട്, നീ ആരാണ്, യുധിഷ്ഠിരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അതെ ഞാൻ യുധിഷ്ഠിരനാണ്. അപ്പോൾ ഈ സർപ്പം പറഞ്ഞു, ഞാൻ നഹുഷനാണ്, നിൻ്റെ വംശത്തിൽപ്പെട്ടവൻ തന്നെയാണ്. എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നീ കൃത്യമായ ശരിയായ ഉത്തരം തരികയാണെങ്കിൽ മാത്രമേ ഞാൻ നിൻ്റെ അനുജനെ മോചിപ്പിക്കുകയുള്ളൂ. അങ്ങനെ
നഹുഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, ആരാണ് യഥാർത്ഥ ബ്രാഹ്മണൻ? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, സത്യം, ദാനം, ക്ഷമ, സൽസ്വഭാവം, കരുണ, തപസ് എന്നിവയുള്ളവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനായിത്തീരുന്നത്. അപ്പോൾ നഹുഷൻ ചോദിച്ചു, ഒരു ശൂദ്രനിൽ ഈ ഗുണങ്ങളുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനാകുമോ? യുധിഷ്ഠിരൻ പറഞ്ഞു, അതെ, ഒരു ശൂദ്രനിൽ ഈ സദ്ഗുണങ്ങളുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനായി കണക്കാക്കപ്പെടും. നേരെ മറിച്ച് ഈ ഗുണങ്ങളില്ലാത്ത ഒരു ബ്രാഹ്മണൻ ശൂദ്രന് തുല്യനാണ്. എന്താണ് അറിയപ്പെടേണ്ടതായിട്ടുള്ളത് എന്ന് നഹുഷൻ ചോദിച്ചു. സുഖദുഃഖങ്ങളില്ലാത്തതും പരമശാന്തി നൽകുന്നതുമായ പരബ്രഹ്മത്തെയാണ് അറിയേണ്ടത് എന്നാണ് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞത്. സ്വർഗം പ്രാപിക്കുന്നത് എങ്ങനെ എന്ന് നഹുഷൻ ചോദിച്ചു. ദാനം, സത്യസന്ധത, അഹിംസ എന്നിവയിലൂടെ ഒരാൾക്ക് ഉന്നതമായ ലോകങ്ങൾ ലഭിക്കുന്നു എന്ന് യുധിഷ്ഠിരൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ ഒരുപാട് ദാർശനികമായ ചോദ്യങ്ങൾ യുധിഷ്ഠിരനോട് നഹുഷൻ ചോദിക്കുകയും അതിനെല്ലാം യുധിഷ്ഠിരൻ കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്തു. അതോടെ നഹുഷന് ശാപമോക്ഷം ലഭിക്കുകയും യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം ആകാശത്തേക്ക് പറന്നു പോവുകയും ചെയ്തു. യുധിഷ്ഠിരൻ ഭീമനോടും ധൗമ്യമുനിയോടും ഒപ്പം ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇതാണ് നഹുഷനെ പറ്റിയുള്ള ചില കഥകൾ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.